ഈ സംഖ്യകളിലെല്ലാം പൊതുവെ കാണുന്ന ഒരു നെഗറ്റീവ് സ്വഭാവമുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അവരുടെ പ്രത്യയശാസ്ത്രങ്ങൾക്ക് വേണ്ടി, സങ്കല്പങ്ങൾക്ക് വേണ്ടി പെറ്റ തള്ളയെ വരെ അവർ തള്ളിപ്പറയും. സ്വന്തം നാടിനെ, വിശ്വാസങ്ങളെ, ആചാരങ്ങളെ, സംസ്കാരങ്ങളെ, ഭാഷാ വൈവിധ്യങ്ങളെ എന്ന് വേണ്ട അവരെ അടയാളപ്പെടുത്തിയ, ഇന്നത്തെ നിലയിലേക്ക് അവരെ രൂപപ്പെടുത്തിയ മുഴുവൻ സാമൂഹിക നന്മകളെയും സാമൂഹ്യ സംവിധാനങ്ങളെയും നിഷ്കരുണം അവർ തള്ളിപ്പറയും. ഇപ്പോൾ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കേരളത്തിലെ അധ്യക്ഷനായ വിജി തമ്പി, അയാൾ മലയാള സിനിമയിലെ പഴയകാല അറിയപ്പെടുന്ന ഒരു സംവിധായകൻ കൂടിയാണ്. അയാൾ കേരളത്തെ ആക്ഷേപിച്ചത് കോണകം എന്ന് വിളിച്ചുകൊണ്ടാണ്. അതായത് ഇന്ത്യയുടെ ഏറ്റവും അടിയിൽ കിടക്കുന്ന കേരളം ഇന്ത്യയുടെ കോണകമാണ് എന്നാണ് അയാൾ പച്ചയ്ക്ക് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അയാൾ മലയാള സിനിമയിലെ ഒരു സംവിധായകനാണ്. അയാൾ കഥ പറഞ്ഞത് മുഴുവൻ, സിനിമ എടുത്തത് മുഴുവൻ ഹിന്ദിയിലല്ല, മലയാളത്തിലായിരുന്നു. അയാളുടെ പല സിനിമകളും ഹിറ്റടിച്ചതും അതിലൂടെ മെച്ചപ്പെട്ട ഒരു സാമ്പത്തികം അയാൾക്ക് നേടിയെടുക്കാനായതുമെല്ലാം മലയാളികൾ സഹകരിച്ചത് കൊണ്ടാണ്. അയാൾ മലയാളത്തിൽ സിനിമകൾ ചെയ്തതുകൊണ്ടാണ്. മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ അയാളെ അറിയപ്പെടുന്നുണ്ടെങ്കിൽ അതും മലയാളി എന്ന അഡ്രസ്സിലാണ്. ചുരുക്കത്തിൽ അയാളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വെച്ചു കൊടുത്ത, അയാളെ ഉന്നതങ്ങളിൽ, ഉയരങ്ങളിൽ എത്തിച്ച കേരളത്തെ അയാൾ ഇപ്പോൾ വിളിക്കുന്നത്, വിശേഷിപ്പിക്കുന്നത് കോണകമെന്നാണ്. കാരണം അയാൾ ഇപ്പോൾ സംഖ്യയാണ്. സമാനമായൊരു പ്രശ്നമാണ് ഇപ്പോൾ തമിഴ്നാട്ടിലും നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കമൽഹാസൻ രാജ്യസഭയിൽ തൻ്റെ കന്നി പ്രസംഗം നടത്തി. ആ പ്രസംഗം വൺ വൈറലായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് തമിഴ് ജനത ആ പ്രസംഗം വലിയ രീതിയിൽ ആഘോഷിക്കുകയാണ്. രാജ്യസഭയിലെ കമൽഹാസന്റെ കന്നി പ്രസംഗം മുഴുവൻ പ്രധാനമായും ലക്ഷ്യം വെച്ചത് തമിഴ്നാട്ടുകാരിയും കേന്ദ്രമന്ത്രിയുമായ നിർമ്മല സീതാരാമന്റെ ബജറ്റിനെ ഉദ്ദേശിച്ചായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിൽ നിന്നും സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ കരുതിക്കൂട്ടി ഒഴിവാക്കുന്ന നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്റെ പ്രസംഗത്തിനിടയിൽ കമൽഹാസൻ പറഞ്ഞൊരു വാക്ക്, നിങ്ങളുടെ പിച്ചക്കാശ് ഞങ്ങൾക്ക് വേണ്ട മാഡം, അല്ലാതെ തന്നെ അന്തസ്സായി ഞങ്ങൾക്ക് ജീവിക്കാൻ അറിയാം എന്നായിരുന്നു. ഇതിന് മറുപടിയായി മന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞത്, ആരെങ്കിലും തമിഴ് ഭാഷ പഠിച്ചാൽ അതുകൊണ്ട് പിച്ച എടുക്കാൻ പോലുമുള്ള ഗുണമുണ്ടാവില്ല എന്നാണ്. ഏതോ ഒരു കവിതയിൽ നിന്നും കോട്ട് ചെയ്താണ് അവരത് പറഞ്ഞതെങ്കിലും തമിഴ്നാട്ടിൽ ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. തമിഴ് ഭാഷയെ ആക്ഷേപിച്ച് അപമാനിച്ച നിർമ്മലയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അതിരൂക്ഷമായ പ്രതികരണങ്ങളാണ് പലരും തൊടുത്തുവിടുന്നത്. നമുക്കറിയാം, തമിഴന്മാർക്ക് അവരുടെ ഭാഷയോടുള്ള അഭിനിവേശവും ആവേശവും താല്പര്യവും ലോകത്ത് മറ്റേതെങ്കിലും നാട്ടിലുള്ള ഒരു മനുഷ്യരിലും നമുക്ക് കാണാൻ സാധിക്കില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, രജനികാന്തിന്റെ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രം, ആ സിനിമയ്ക്ക് അവർ പേര് വെച്ചത് യന്തിരൻ എന്ന തമിഴ് വാക്കാണ്. ആ സിനിമ മലയാളത്തിലോ തമിഴല്ലാത്ത മറ്റേതെങ്കിലും ഭാഷയിലോ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും റോബർട്ട് എന്ന് തന്നെ ആ സിനിമയ്ക്ക് പേര് വീഴുമായിരുന്നു. അതാണ് തമിഴ്നാട്ടുകാർക്ക് അവരുടെ ഭാഷയോടുള്ള താല്പര്യവും ആവേശവും. തമിഴനെന്ന് പറയട, തല ഉയർത്തി നിൽക്കട എന്നുള്ളതാണ് എല്ലാ കാലത്തും അവർ ഉയർത്തിപ്പിടിക്കുന്ന അവരുടെ പോളിസി. അങ്ങനെയുള്ള ആ തമിഴന്മാരെ കയറി ചൊറിയാൻ ചങ്കുറപ്പുള്ള ഒരു സംഖ്യയും നിലവിൽ ഭൂമിയിൽ ജനിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ തമിഴ് ഭാഷയെ അപമാനിച്ച തമിഴത്തിയായ നിർമ്മല സീതാരാമനെ, കേന്ദ്രമന്ത്രിയെ, തമിഴന്മാർ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം.